നേരത്തെ ഇവിടെ ഉമർ സാഹിബ് സൂചിപ്പിച്ചല്ലോ, വിദ്യാഭ്യാസം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല. അനസ് മൗലവി പറഞ്ഞില്ലേ നേരത്തെ ഹസീനയെ ചികിത്സിച്ചത്? ഒരു പെൺകുട്ടിയെ, അതും മാസങ്ങളോളം ഭക്ഷണം കൊടുക്കാതെ, ഒരു പത്തിരിയും ഒരു ഗ്ലാസ് വെള്ളമാണ് ആ കുട്ടിയുടെ ഒരു ദിവസത്തെ ഭക്ഷണം. ഇത് കൊടുത്ത് ശാരീരികമായി തളർന്ന ആ കുട്ടിയെ കമിഴ്ത്തിക്കിടത്തി കൈ രണ്ടും പുറകോട്ടേക്ക് വലിക്കുക, എന്നിട്ട് നട്ടെല്ലിൽ മുട്ടുകൊണ്ട് വിരലമർത്തി പിടിക്കുക. വിരലമർത്തി പിടിച്ചിട്ട് ഈ പെൺകുട്ടിയോട് ശ്വാസം കഴിക്കാൻ പറയാണ് ഉറക്കെ. എന്തിന്? ജിന്നുള്ളത് മൂക്കിലാണത്രേ, മൂക്കിന്ന് ജിന്ന് പുറത്തു വരണം എന്നാണ്. അത് ഇവരെ മാത്രം വിശ്വാസമല്ല, നമ്മളെ ചെറുവാടിക്കാരൻ ജിന്ന് ചികിത്സകൻ മന്ത്രവാദി എന്റെ മുമ്പിൽ നിന്ന് ചികിത്സിച്ചിട്ടുണ്ട്. യാദൃശ്ചികമായി പെരിന്തൽമണ്ണയിൽ ഒരു സംവാദ വ്യവസ്ഥയുമായി എത്തി രാത്രി അവിടെ താമസിക്കേണ്ടി വന്നു. പിറ്റേന്ന് രാവിലെ സുബഹി നിസ്കരിച്ച് പള്ളിയിൽ നിന്ന് പോകുമ്പോൾ ഈ മന്ത്രവാദിയുടെ കൂടെ രണ്ടാളും ഉണ്ട്, രണ്ട് ചെറുപ്പക്കാർ. റൂമിലെത്തി ഞാനൊരു ഫോണ് വന്ന് പുറത്തേക്ക് ഇറങ്ങി തിരിച്ചു കയറുമ്പോ ഈ മന്ത്രവാദി അതിലൊരു ചെറുപ്പക്കാരനെ കസേരയിൽ ഇങ്ങനെ പുറകിലേക്ക് തല മലർത്തി കിടത്തി ഇരുത്തിയിരിക്കുകയാണ്. അയാളുടെ കയ്യിലൊരു പാത്രത്തിൽ വെള്ളമുണ്ട്. ഈ മന്ത്രവാദിയുടെ ദീനീ യോഗ്യതയും വിദ്യാഭ്യാസ യോഗ്യതയും ഈ മന്ത്രവാദിയുടെ ഭൗതിക വിദ്യാഭ്യാസ യോഗ്യതയും അറിയുന്നവനാണ് ഞാൻ. ഇവൻ ഈ കയ്യിൽ പാത്രം എടുത്തിട്ട് അതിൽ കൈയിട്ട് വെള്ളം മുക്കി ഈ പയ്യന്റെ മുഖത്തേക്ക് അടിക്കുകയാണ്. പയ്യൻ തല കുടഞ്ഞു. എന്നോട് പറഞ്ഞു, കണ്ടില്ല ഗായക്കൊടി, തരിമൂക്കിനുള്ളിലാണ് ജിന്നുള്ളത്, അതാണിങ്ങനെ ആയത്തുൽ കുർസി ഓതിയ വെള്ളം തട്ടുമ്പോ പടയണത്. ഞാൻ പറഞ്ഞു, പൊന്നാര ജമാലെ, ആരെ മൂക്കിലേക്ക് വെള്ളം തട്ടിയാലും അവര് തലകൊടയും. ഞങ്ങളെ നാട്ടിലൊക്കെ പറയാറുള്ള ഒരു സംഭവമുണ്ട്, ചില അറവുകാര് പോത്തിനോട് സമ്മതം ചോദിച്ചിട്ടേ അറക്കുള്ളൂ എന്നാണ്. പോത്തിനോട് എങ്ങനെ സമ്മതം ചോദിക്കല്? പോത്തിന് ഇങ്ങനെ അറക്കാൻ കൊണ്ടുവന്ന് കെട്ടിയിട്ട് കയ്യിൽ വെള്ളം എടുത്തിട്ട് പോത്തിന്റെ മൂക്കിലേക്ക് അടിക്കും. അപ്പോ ഒരു സെൻസിറ്റീവ് ഏരിയ എന്നുള്ള നിലയിൽ പോത്ത് തലകൊടയും. അപ്പൊ സമ്മതിച്ചു നിന്നാണ്. ഇത് അത് സിറാജുദ്ദീൻ മൗലിയാരും കണക്കാണ്, ഹുസൈൻ സലഫിയും കണക്കാണ്, പാണ്ടിക്കാട്ടെ ഹിഫ്ള് റഹ്മാനും കണക്കാണ്, സക്കരിയയും കണക്കാണ്, സാജിദും കണക്കാണ്, ഹുസൈൻ സലഫിയും കണക്കാണ്, പി എന്നും കണക്കാണ്. എല്ലാവരും വിശ്വാസിതാണ്.